ആട്ടെ, ഇവിടത്തെ ആ മാളിക കണ്ട് ബോധിച്ചായിരുന്നോ? ആ, ബോധിച്ചു. നാട്ടുകാർ ഓരോരോ കഥകൾ പറഞ്ഞ് നടക്കണുണ്ടേ, അവിടെ പ്രേതമുണ്ട് ഭൂതമുണ്ട് എന്നൊക്കെ. അപ്പൊ അത് സത്യമല്ലയോ? ഛേ, ചുമ്മാ ഓരോ കുന്നായ്മകളല്ലേന്നേ. അവിടെ ഒരു ചുണ്ണാമ്പും ഇല്ല. കഷ്ടമല്ലോ. പ്രേതബാധയുള്ള മാളികയാണെന്ന് കരുതിയിട്ടാണേ ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ഈ കരയെ വന്ന് അത് വാങ്ങാൻ നോക്കിയത്. എന്നാ പറയാനാ, എന്റെ ഭാര്യയും സഹോദരിയും ആരും ഒരു പ്രത്യേക തരക്കാരാണേ. ഉപരിപഠനത്തിന്റെ ഭാഗമായിട്ട് ചില പരീക്ഷണങ്ങൾ. പ്രേതങ്ങൾ സത്യമാണോ മിഥ്യയാണോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് വാങ്ങുന്നത്. ഭൂതവും ബാധയൊന്നും ഇല്ലാത്തിടാണെങ്കിൽ വേണ്ടാതെ നമുക്ക് ഈ കച്ചവടം അവസാനിപ്പിക്കാം. എന്നതാ ജെയിംസ് മോനെ ഇത്? ഇരുന്നാട്ടെ. ഈ കച്ചവടം മുടങ്ങി പോകുന്നു കരുതി ഞാൻ ഒരു കള്ളം പറഞ്ഞല്ലേ. ഈ പ്രേതങ്ങളെയും ഭൂതങ്ങളെയും തേടി നടക്കുന്നവരുണ്ടെന്ന് ആരറിഞ്ഞു? പണ്ട് 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 അറും കൊലകൾ ഒരുപാട് നടന്നിട്ടുള്ള ഇടമാ അത്. പ്രേതാത്മാക്കൾ അവിടെ ഇങ്ങനെ അലഞ്ഞു നടക്കുകയല്ലയോ. മഹാമാന്ത്രികൻ മാങ്ങാട്ട് ഭദ്രൻ തിരുമേനി അല്ലയോ കൂടി കെട്ടിയ ചില ദുരാത്മാക്കളെ ആവാഹിച്ച് ബന്ധിച്ച് നിർത്തിയത്? നേരാണോ? ഈ പകല് പോലെ നേരന്നെ. എടോ അവറാനെ, പുളുന്താനെ, എന്തോ താൻ ഈ വിവരം നേരത്തെ അറിഞ്ഞ് എന്നാടോ എന്നെ അറിയിക്കാഞ്ഞ്? ഇങ്ങനൊരു പുതുമ എന്നോട് ഈ അങ്ങത്ത് നേരത്തെ പറഞ്ഞില്ലല്ലോ മുതലാളി. ഏതായാലും തേടിയ വള്ളി തന്നെ കാലിൽ വന്ന് തടഞ്ഞല്ലോ. ജെയിംസ് മോന് കുടിക്കാൻ എന്നതാ എടുക്കണ്ടേ? തൽക്കാലം ഒന്നും വേണ്ട ചാ. പറഞ്ഞുറപ്പിച്ച തുകയുടെ ഒരു ഭാഗം അച്ചാരോട്ടിരിക്കട്ടെ. പൊന്നാണയങ്ങളാ, എണ്ണി നോക്കാം. ഒക്കെ കിട്ടിയായിരിക്കുന്നേ. ഏതായാലും പ്രേതങ്ങളും ഭൂതങ്ങളും ഒഴിയാ ബാധയായി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കട്ടെ. നേരം പുലർന്നപ്പോ തന്നെ പൊന്നാണയത്തിന്റെ രൂപത്തില് ഐശ്വര്യമാ നമ്മുടെ വീട്ടിൽ കടന്നു വന്നിരിക്കുന്നേ. എടി, പാടത്തുകരയിലെ ആ പ്രേതമാളികയുടെ കച്ചവടം ഉറച്ചു. അച്ചാരം തന്ന് ഒഴിഞ്ഞു പോകുന്നു കരുതിയതാ, പക്ഷെ സംഗതി നടന്നു. മുഴുവൻ തുകയുടെ ഒരു ഭാഗം തന്നേൽപ്പിച്ചിട്ടാ ആ ചെറുപ്പക്കാരെ ഇറങ്ങിപ്പോയെ. ഒക്കെ വന്നു കയറിയ ആ പെങ്കൊച്ചിന്റെ ഐശ്വര്യാടി. ഒരുപാട് കാലമായിട്ട് കനല് പോലെ ഉള്ളിക്കൊണ്ട് നടന്നിരുന്നതാ ആ പ്രേതമാളിക. അത് തലേന്ന് ഒഴിവായി കിട്ടിയില്ലേ. ഇനി കയറ്റത്തിന്റെ സമയമാ ത്രേസ്യാമേ നമുക്ക്. കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടെന്നാ അപ്പച്ച പണ്ടുള്ളവര് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇല്ലടി മോളെ, നീ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഇനി വച്ചടി കയറ്റമാ നമുക്ക്. അപ്പൊ ഞാൻ കാരണാ ഇപ്പോഴത്തെ ഈ ഐശ്വര്യം അല്ലേ അപ്പച്ച? സംശയം എന്നാത്തിനാ? 2 നാള് കൊണ്ട് ബാക്കി പാതി കൂടി എത്തിച്ച് ആ ഒഴിയാബാധ അയാള് തീറാക്കുക. നീ നോക്കിക്കോ ത്രസ്യാമേ, ഇനിയാ ഈ കെട്ടിടത്തിൽ ലോനംകുട്ടി ഔസേപ്പും മക്കളും വിലസാൻ പോകുന്നേ. മോളുടെ അപ്പച്ചൻ ഗബ്രിയേലും ഞാനും പഴയപടി കൂട്ടുകച്ചവടം തുടങ്ങും. പട്ടണത്തിൽ വേറൊരു മാളിക വാങ്ങിച്ച് നിങ്ങളെ അവിടെ കുടിയിരുത്തും ഈ അപ്പച്ചൻ. ഒക്കെ നല്ലപടി തന്നെ നടക്കും അപ്പച്ച. കൂട്ടിന് ഇവിടെ ഞാനുണ്ടല്ലോ. അങ്ങനെ പറയടി മോളെ. നീ എന്റെ മരുമോളത്തെ ചായ. മോളെ, നിന്റെ കൈ കൊണ്ട് ഒരെണ്ണം എടുത്തുക. അപ്പച്ച വേണ്ട, രാവിലെ ഈ വക ശീലങ്ങളില്ല. കൊണ്ടുപോയിക്കോ. പറഞ്ഞത് കേട്ടില്ലോടി, നോക്കിക്കാണ് കൊണ്ടുപോയിക്കോ. നമുക്കിതൊന്ന് ആഘോഷിക്കണം ത്രസ്യാമ്മേ. എന്നതാ വേണ്ടതെന്ന് നീ പറഞ്ഞോ. എനിക്ക് ഒരു ആഘോഷങ്ങളിലും താല്പര്യമില്ല. ഒക്കെ നിങ്ങളൊക്കെ കൂടി അങ്ങ് ചെയ്തോണ്ടാ മതി. നിന്നോട് ചോദിച്ച എന്നെ വേണം പറയാൻ. നീ പറയടി മോളെ, എന്നെ ആഘോഷം അപ്പച്ച നടത്തേണ്ടത്? ഒക്കെ വേണ്ട രീതിക്ക് തന്നെ നടത്താ അപ്പച്ച. ആദ്യം ഞാനൊന്ന് മുറി വരെ പോയിച്ചു വരട്ടെ. നിക്കടി.
നിനക്കെന്നതാ പറഞ്ഞ മനസ്സിലാവില്ലെന്നുണ്ടോ? മേലിൽ ഈ പടി കയറി മുകളിലേക്ക് ചെല്ലരുതെന്ന് ഞാൻ താക്കീത് നൽകിയിരുന്നല്ലേ? എന്നിട്ടും നീ എന്റെ വാക്ക് ധിക്കരിക്കുക. റോസ്മേരി, സത്യം എന്നതാണെന്ന് നിനക്ക് അറിയത്തില്ല. വായടിക്കടി. നീയെന്നോ? എന്നെ പേരെടുത്ത് വിളിക്കാനും നീ എന്ന് പറയാനും എങ്ങനെ നിനക്ക് ധൈര്യം വന്നു? പറയുന്നതൊന്ന് കേൾക്ക്. സത്യത്തിൽ ഞാൻ ഇവിടുത്തെ ബാല്യക്കാരിയല്ല. മിണ്ടിപ്പോവരുത്. പിന്നെ നീ ആര്? ഇവിടുത്തെ കെട്ടില്ലമ്മയോ? ഞാൻ ആരാണെന്നും അടിച്ച് നിന്റെ അണപ്പല് ഞാൻ താഴെ ഇടും. ഇനി ഒരു അക്ഷരം നീ മിണ്ടിയ ദയവ് ചെയ്ത് ഞാൻ പറയുന്ന മിണ്ടരുതെന്നല്ലേടി പറഞ്ഞത്? എന്നതാ ഇവിടെ? റോസ്മോളെ, എന്നാ കാര്യത്തിന് ഇവളുമായിട്ട് വീണ്ടും വഴക്കൂടുന്നേ? മര്യാദ കിടന്നെങ്കിലും കാണിച്ചോള്. മര്യാദ ഉണ്ടെങ്കിലല്ലേ അതിന്റെ കേട് കാണിക്കത്തുള്ളൂ. ആ പുറംപടിക്കാരി പെണ്ണ് പറഞ്ഞത് നേര് തന്നെയാ അച്ചായ. ഇവിടുത്തെ ആണുങ്ങളെ മയക്കാൻ വന്ന മായക്കാരിയാ ഇവള്. ആരെയും മയക്കാനൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ ശബ്ദം ഉണ്ടാക്കാതെ കടന്നു ഓടി അപ്പുറത്തോട്ട്. നിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് കുറെയൊക്കെ എനിക്കും അറിയാം. ഇനി ഒരു അവസരം നിനക്ക് ഞാൻ തരത്തില്ല. റോസ് ബോളോട് തർക്കത്തിന് നിന്ന ആ നിമിഷം നീ പുറത്താ, ഓർത്തോ? ആ ചായ റോസ് ബോളിന്റെ കൈ കൊടുത്തിട്ട് നീ അപ്പുറത്തേക്ക് വെക്കോ. കൊടുക്കണേ അങ്ങോട്ട്. നീ ഒരു വാക്ക് പറഞ്ഞാ മതി മോളെ. ഇവളെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കുന്ന കാര്യം ഈ അച്ചായനേറ്റു. വേണ്ട അച്ചായ, അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ. മേലിൽ വാലി പൊക്കാത്ത രീതിയിൽ ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം അവളെ. മോളുടെ ഇഷ്ടം അതാണെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. ജോണിച്ചായ, ജോണിച്ചായ, റോസ്മേരി ആയിരുന്നോ? പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അത് ശരി. അപ്പൊ ചീറ്റലും ശൗര്യം കാട്ടലും ഒക്കെ വെറുതെ ആയിരുന്നല്ലേ? ആളൊരു പേടിത്തൊണ്ടനാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? കാലത്തെ കളിതമാശയ്ക്ക് നിൽക്കാതെ എന്തിനാ വന്ന് വിളിച്ചെന്ന് പറവണേ? കാലത്തോ? നേരെ ഉച്ചയാവാറായി. ദാ ഈ ചായ വാങ്ങി ആദ്യം കുടിക്ക്. ആട്ടെ, ഉറക്കത്തിൽ ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ. സ്വപ്നത്തിൽ ഏതെങ്കിലും മാലാഖമാർ വന്നിരുന്നോ? മാലാഖമാരല്ല, ഒരു മാലാഖ. അപ്സര കന്നയ്യെ പോലെ സുന്ദരിയായ ആ മാലാഖയ്ക്ക് ദാ ഈ മുഖച്ഛായായിരുന്നു. നേരെയാണോ ഈ പറയുന്നേ? ഇതിലിപ്പോ നുണ പറയേണ്ട കാര്യമില്ലല്ലോ. സത്യം പറയാലോ റോസ്മേരി, പുലരുവോളം ഞാൻ ഉറങ്ങിട്ടേയില്ല. ഓരോരോ മധുരക്കിനാവുകളായിരുന്നു മനസ്സിൽ. എന്തൊക്കെയായിരുന്നു ആ കിനാവുകൾ? ഞാൻ കൂടി ഒന്ന് കേൾക്കട്ടെ. ഏയ്, അത് വേണ്ട. പറ ജോണിച്ചായ. മനസ്സിലെ സങ്കല്പങ്ങളെല്ലാം എല്ലാവരോടും പറയാൻ ഒക്കുവോ റോസ്മേരി? അന്യത തോന്നാത്തവരോട് എല്ലാം പറയാലോ. ജോണിച്ചായ, കേൾക്കാൻ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ചോദിക്കുന്നത്. പറയേ. റോസ്മേരിക്കറിയോ, ഈ വീടിനെ കുറിച്ചും ഇവിടുത്തെ ആണുങ്ങളെ കുറിച്ചുമൊക്കെ ഒരുപാട് കഥകൾ ഈ കരയിൽ പ്രചരിച്ചിട്ടുണ്ട്. അഴിഞ്ഞാട്ടത്തിന്റെ, സ്ത്രീലമ്പടത്വത്തിന്റെ കഥകളാ മുഴുക്കെ. പക്ഷേ സത്യാമേരി ഞാൻ ഈ പറയുന്നൊക്കെ ഇന്നേ വരെ ഒരു സ്ത്രീകളായിട്ടും ഒരു ബന്ധം എനിക്കുണ്ടായിട്ടില്ല. എനിക്കറിയാം, ആരും വിശ്വസിക്കില്ല. പക്ഷേ പരസ്പരം ഒന്നാവാനിരിക്കുന്ന നിന്നോട് ഒന്നും മറച്ചു വയ്ക്കേണ്ട കാര്യമില്ലല്ലോ.
പരസ്പരം ഒന്നാവാനിരിക്കുന്ന നിന്നോട് ഒന്നും മറച്ചു വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. ആരാത്? ആരാന്നല്ലേ ചോദിച്ചത്? എടി കണ്ടില്ലേ ചായ, നമ്മൾ തമ്മിൽ സ്വകാര്യമായി സംസാരിക്കുന്നത് ഇവിടെ ഒളിഞ്ഞു നിന്ന് ഇവള് കേൾക്കുക. തറവാട്ടി പിറന്ന അന്തസ്സുള്ള ആണാണെങ്കിൽ അടിച്ചു ഇവളുടെ കരണം പുകയ്ക്ക്. വൃത്തിയോട് കാണിക്കുന്നു നീ. നിന്നോട് പലരും പലവട്ടം ഇവിടെ പറഞ്ഞതാ ഇങ്ങോട്ട് കയറി വരാൻ പാടില്ലാന്ന്. ഇപ്പൊ എന്നാത്തിനാ നീ ഇങ്ങോട്ട് വന്നേ? എല്ലാവരെക്കാളും മേലെയാ ഇവിടുത്തെ അമ്മച്ചി. തൂത്തുവാരി വൃത്തിയാക്കാൻ നിർബന്ധമായിട്ട് പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ, അല്ലാതെ മറ്റുള്ളവരുടെ സ്വകാര്യത ഒളിഞ്ഞു കാണാനും കേൾക്കാനുമല്ല അല്ലേടി? ഇവളെ ഇങ്ങനെ വിട്ടാ ഒക്കത്തില്ല ജോണിച്ചായ. നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഞാൻ കൊടുത്തോളാം ഇവക്ക്. ആരെയും നീ തുറച്ചു നോക്കുന്നേ? എന്റെ ജോണിച്ചായനെയോ? ഇനിയും ഇങ്ങനെ നീ നോക്കിയാ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഇറങ്ങിപ്പോടി. കണ്ടില്ലേ ചായ അവളുടെ തന്റെ ഇടം? കടന്നു പോവാൻ പറ ഇവളോട്. നിന്നോട് പോകാനാ പറഞ്ഞേ. കടമറ്റത്തച്ഛന്റെ തേങ്ങാ പ്രയോഗം ഏറ്റു തുടങ്ങി. അത്യാവശ്യത്തിന് പണവും വന്നു ചേരുന്നുണ്ട്. പ്രേമകുമാരിയെ സ്വന്തമാക്കാൻ അത് തന്നെ ധാരാളം. ധനികനാവണം, ഇവിടുത്തെ ഏറ്റവും വലിയ ധനികൻ. ദൈവമേ, അതിനെന്താ ഒരു വഴി? ഇതെന്താ ഇത്? സ്വർണ്ണം കിട്ടിയോ? എന്റെ ദൈവമേ, പറഞ്ഞ് നാവെടുത്തില്ല. അതിനു മുമ്പേ കിട്ടിയല്ലോ നിധി കുംഭം. ഇതെവിടുന്ന് വന്നു? ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ചതോ അതോ ആകാശത്തുനിന്ന് പൊഴിഞ്ഞു വീണതോ? എങ്ങനെ എങ്ങനെ പറയൂ ദൈവമേ. അതിനെവിടുന്ന് ദൈവത്തിന് വായി നാവ് ഇരിക്കുന്നു. അതുകൊണ്ടാവും പറയാത്തത്. മതി, ഇത് തന്ന് സഹായിച്ചല്ലോ, അത് തന്നെ ധാരാളം. ഏതായാലും അവകാശികൾ വരുന്നതിന് മുമ്പ് ഇതുമായി മുങ്ങാം. എന്റെ ദൈവമേ, നിധിയുണ്ട് നിധിയുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടു, കൈ കിട്ടുകയും ചെയ്തു. എന്തായാലും ഇത് വിറ്റാ കുറച്ചധികം വില കിട്ടും. ആഹാ, ഇതാരാ? തെങ്ങ് മാന്ത്രികനായ കുട്ടനോ? മാന്ത്രികൻ ഇത് എവിടെ പോയിട്ട് വരുന്നു? ജീവിക്കണ്ടേ അച്ചോ, അതുകൊണ്ട് ഇറങ്ങി തിരിച്ചതാ. ആട്ടെ, ഇപ്പൊ തെങ്ങിനോട് ചോദിച്ചാ തേങ്ങയൊക്കെ കിട്ടുന്നില്ലേ? ഉണ്ടച്ചോ, ഉണ്ട്. അല്ല, ഇതെന്താ ഈ മറച്ചു പിടിച്ചിരിക്കുന്നത്? നിനക്കിത് എവിടുന്ന് കിട്ടി? കുട്ടാ, ഇതാ കുഞ്ഞന്റേതാ. അവനതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. ഇതെനിക്ക് കളഞ്ഞു കിട്ടിയ നിധിയാ. ഇതാർക്കും തിരിച്ചു കൊടുക്കാനുള്ളതല്ല. ഒരുപാട് കാലത്തെ കഷ്ടപ്പാടിന് ശേഷം എന്റെ ദൈവം അറിഞ്ഞു തന്നതായത്. അതങ്ങനെ കണ്ടോട് കൊടുത്തിട്ട് പോകാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ പറയരുത് കുട്ടാ. അന്യന്റെ മുതല് നമ്മൾ ആഗ്രഹിക്കരുത്. അത് അപകടം വരുത്തി വെക്കും.